വി സർവ് എന്നത് അദ്ദേഹം അത് ഏറ്റെടുത്തു, അത് മനസ്സിലേറ്റെടുത്തു, നെഞ്ചിലേറ്റെടുത്തു, ജനങ്ങൾക്ക് വേണ്ടി ഏറ്റെടുത്തു. അതിന്റെ പ്രവർത്തനത്തിന് അതിനെ മണപ്പുറത്തിന്റെ ഒരു വലിയൊരു ലയൺസ് പ്രസ്ഥാനത്തിലും വലിയൊരു സഹായം നന്ദകുമാർ സാറിന്റെ ആ പ്രസ്ഥാനവും മണപ്പുറം പ്രസ്ഥാനവും കൂടിച്ചേർന്നപ്പോൾ വലിയൊരു സഹായം ഈ മേഖലയ്ക്ക് ലഭിച്ചു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുക. അദ്ദേഹത്തിനെ ഈ ഇൻസ്റ്റാളേഷൻ സെറിമണിക്ക് എത്തിച്ചേർന്ന അദ്ദേഹത്തിന് സ്നേഹത്തിന്റെ ഭാഷയിൽ ഹൃദയത്തിന്റെ ഭാഷയിൽ ഹാർദമായി സ്വാഗതം ചെയ്തു. അതേപോലെ തന്നെ എല്ലാവരെയും സ്നേഹത്തിന്റെ ഭാഷയിൽ ഹൃദയത്തിന്റെ ഭാഷയിൽ രാജധാനി ലയൺസ് ക്ലബിന് വേണ്ടി ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ സംഭരിക്കുന്നു. ജയ് ലയൺസ്. വളരെയധികം സ്പീഡിൽ ഓടിക്കൊടുന്ന ഒരു രാജധാനി ട്രെയിനിന്റെ അമരക്കാരനായിട്ട് നിന്നിട്ട് ഇതെങ്ങാനും പിന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു വലിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് ക്ലബിൽ നിന്ന ഫുൾ സപ്പോർട്ടും പിന്നെ റീജിയൻ ചെയർമാനായി നമ്മുടെ സ്വന്തം ലിജോ ആളുടെ സപ്പോർട്ടും എല്ലാം കൂടിയപ്പോൾ ആദ്യത്തെ മാസം തന്നെ കല്യാൺജിയുടെ ഒരു ബിഗ് പ്രൊജക്റ്റ് ഉണ്ട്. അത് കിട്ടിയപ്പോൾ തന്നെ നമുക്ക് വളരെയധികം സന്തോഷമായി. അത് കഴിഞ്ഞു ഒരു മീറ്റിങ്ങിന്റെ ഇടയിൽ ആര്യമ്പാടം സ്കൂളിൽ ഒരു ഗ്രേറ്ററിന്റെ കാര്യം പറഞ്ഞപ്പോൾ സ്പോട്ട് തന്നെ ടോണിയേട്ടൻ പറഞ്ഞു അത് ഞാൻ സ്പോൺസർ ചെയ്യും. അതുപോലെ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്, എല്ലാം ഞാൻ എടുത്ത് പറയുന്നില്ല, ഒരു വലിയ കാര്യങ്ങൾ പറയാനുണ്ടാവും. അപ്പൊ അങ്ങനെ ഈ 12 വർഷം രാജധാനി ക്ലബ്ബ് പോയിട്ടുണ്ടെങ്കിൽ അവർ അവരുടെ ഗൈഡ് ലൈനായ എന്നെ അഷ്റഫിനെയും ഒരിക്കലും മറന്നില്ല എന്നുള്ളത് അവരുടെ ഒരു നല്ല ഗുണമായി ഞാൻ കാണുന്നു. എനിക്ക് കാണാൻ വേണ്ടിയിട്ടല്ല എങ്കിലും മറ്റ് ക്ലബുകളിൽ നിന്ന് വന്നിട്ടുള്ളവരും അതുപോലെ സെൻട്രൽ ലയൺസ് ക്ലബിലെ സുരേഷ് കരൺ നായർ അത് കണ്ടുകൊണ്ടിരിക്കുന്നു, മെഡിക്കൽ യൂണിവേഴ്സിറ്റി കണ്ടുകൊണ്ടിരിക്കുന്നു, ഇനിയിപ്പോൾ ആര്യമ്പാടവും അത് കൊണ്ടുണ്ട്. ഒരു ടീമായി പോയി കഴിഞ്ഞാൽ പല കാര്യങ്ങൾക്കും സപ്പോർട്ട് നമുക്ക് കിട്ടും. ഈ വർഷം പുതിയ PSTക്ക് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനുള്ള എല്ലാവിധ സപ്പോർട്ടും അഭിനന്ദനങ്ങളും നൽകുന്നു. ഈ വർഷം ഈ ക്ലബിൽ നിന്നൊരു ക്ലബ് ഉണ്ടാവും. അതുപോലെ മികച്ച അംഗങ്ങളെ കൂട്ടി അതും നല്ല സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനും എല്ലാവിധ സപ്പോർട്ടും RC എന്ന നിലയ്ക്ക് ഉണ്ടാവും. നിങ്ങളുടെ എല്ലാവിധ സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. വളരെ നന്നായിട്ട് കഴിഞ്ഞ വർഷം പ്രവർത്തിച്ച കഴിഞ്ഞ വർഷത്തെ PSTക്കും എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ ലയൺസിനും പ്രത്യേകമായിട്ട് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഈ വർഷം എല്ലാ ദിവസവും എന്ന രീതിയിൽ 365 ദിവസത്തെയും പ്രൊജക്ടുകളൊക്കെ തയ്യാറാക്കി DG ടീം വളരെ മനോഹരമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പൊ നമ്മൾ കാണുന്ന ഒരു ട്രെൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറച്ച് ചെയ്യുകയും കൂടുതൽ പറയുകയും റിപ്പോർട്ടിങ്ങിൽ കുറെ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ചെയ്തായിട്ട് വരുത്തുന്ന ഒരു സാഹചര്യത്തിൽ അതിന് വ്യത്യസ്തമായി നല്ല പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുള്ളതാണ് രാജധാനി ക്ലബ്ബ് കഴിഞ്ഞ വർഷം. ഈ വർഷം നമ്മളുടെ പുതിയ പ്രസിഡന്റ് ഡേവിസ് ചേട്ടന്റെ നേതൃത്വത്തിൽ ഗംഭീരമായിട്ടുള്ള പ്രവർത്തനം കാഴ്ചവെക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പും എടുത്തിട്ടുണ്ടെന്നാണ് ഓൾറെഡി നമ്മുടെ ജോർജ് ചേട്ടൻ ഇവിടെ പറഞ്ഞത്. തൃശ്ശൂർ സെൻട്രൽ ലയൺസ് ക്ലബ്ബ് ആരംഭിക്കുന്നത് അതിന്റെ ഗൈഡ് ലൈൻ എന്ന് പറയുന്നത് സ്പോൺസർ ക്ലബ്ബ് തൃശ്ശൂർ രാജധാനി ക്ലബ്ബാണ്. രാജധാനി ക്ലബ്ബ് തുടങ്ങി ഒരു വർഷത്തിനുള്ളിലാണ് തൃശ്ശൂർ സെൻട്രൽ ക്ലബ്ബ് രൂപീകരണം വരുന്നത്. അന്ന് ഞങ്ങൾ ചാർട്ടർ ചെയ്യുന്ന സമയത്ത് അന്ന് രാജധാനി ക്ലബിന്റെ പ്രസിഡന്റാണ് പ്രിയങ്കരനായ ലയൺ രാധാകൃഷ്ണൻ. അന്ന് മുതലുള്ള എല്ലാ അടുപ്പങ്ങളുടെ ഒപ്പം തന്നെ ഞാൻ റീജിയൻ ചെയർപേഴ്സൺ ആയ കാലത്ത് ഏറ്റവും മികച്ച റീജിയൻ പേഴ്സണും ഡിസ്ട്രിക്റ്റിലും മൾട്ടിപ്പിളിലും കൂടാതെ പ്രസിഡൻഷ്യൽ അവാർഡ് കൂടി എനിക്ക് വാങ്ങിച്ചു തരുന്നതിൽ ഏറെ പങ്കുവഹിച്ച അന്നത്തെ പ്രസിഡന്റാണ് പ്രിയങ്കരനായ ജോർജ് കുട്ടി. വളരെ വ്യക്തമായ രീതിയിൽ പറഞ്ഞാൽ ഏത് കാലത്തും ക്ലബ്ബ് എങ്ങനെ പോകണം, ലയൺസ് പ്രസ്ഥാനം എങ്ങനെ പോകണം എന്നുള്ളത് കൃത്യമായി അറിഞ്ഞുകൊണ്ടും നീങ്ങുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ളത് രാജധാനി ക്ലബിനെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരമാണ്. ഞാൻ ചെയ്യുന്ന കുറച്ച് ചെറിയ ചാരിറ്റികൾ പോലും കൂടുതൽ ഊർജത്തോടു കൂടി ചെയ്യാനായിട്ട് എനിക്ക് ഒരു പ്രചോദനമായതുപോലും ലയൺസ് ക്ലബ്ബാണ്. അപ്പോൾ അത് എന്നിൽ വളരെ സന്തോഷം ഉണ്ടാക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ അഡീഷണലായിട്ട് പിന്നെയും വലിയൊരു സന്തോഷത്തിന് കാരണങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ഈ രാജധാനി ലയൺസ് ക്ലബ്ബ് അതിനുശേഷം ഈ 318D ഏകദേശം 200 ജില്ലാ ക്ലബ്ബുകളിൽ 1ാം സ്ഥാനത്തേക്ക് പല ഘട്ടങ്ങളിലും എത്തുന്നുണ്ടായി. എന്നാൽ സ്ട്രെങ്ത്തിന്റെ കാര്യത്തിൽ വളരെ
ചെറിയ ഒരു ക്ലബ്ബാണ് നമ്മുടെ ക്ലബ്ബ്. പക്ഷെ വളരെ ശക്തി കൂടിയ ക്ലബ്ബാണെന്ന് 318Dയിലെ ബാക്കി ക്ലബ്ബുകൾക്കൊക്കെ തെളിയിച്ച് കാണിച്ചു കൊടുത്തത് നമ്മുടെ ക്ലബ്ബ് മാത്രമാണ്. 2017-18 തൃശൂർ കോർപ്പറേഷനിൽ തിമിര വിമുക്ത പദ്ധതി വിജയകരമായി നടപ്പിലാക്കി ഔദ്യോഗിക ആദരവും ലഭിച്ചു. സേവനം ഒരു കർത്തവ്യമെന്നല്ല, കരുണയുടെ ഒരു സംഗീതമാണെന്ന് അദ്ദേഹം അതിനെ കാണുന്നത്. മഹാമാരിയുടെ കാലഘട്ടത്തിൽ കാവൽ സേനയുടെ സുരക്ഷയ്ക്കായി 200 പരം പോലീസ് സ്റ്റേഷനിൽ ഓട്ടോമാറ്റിക് സാനിറ്റൈസർ മെഷീനുകൾ സ്ഥാപിക്കുകയും അഡോപ്ഷൻ ഓഫ് സ്കൂൾ പദ്ധതിയിലൂടെ നിർധനരായ വിദ്യാർത്ഥികൾക്ക് പഠന സഹായവും സ്കൂളുകളുടെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് കൈത്താവാകുകയും തൃശൂർ, മലപ്പുറം, പാലക്കാട് ജില്ലകളിലെ സ്കൂളുകളിൽ വിദ്യാർത്ഥികളുടെ സുരക്ഷയ്ക്ക് സ്റ്റുഡന്റ് അലർട്ട് ബോക്സുകൾ സ്ഥാപിക്കുകയും ചെയ്തു. പകലും കഷ്ടപ്പെട്ട് എനിക്ക് വേണ്ടി ഒരുപാട് പേരുടെ എതിർപ്പുകൾ സമ്പാദിച്ച് എന്നാ എതിർപ്പുകളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് എൻ്റെ വിജയത്തിന് വേണ്ടി എൻ്റെ ക്ലബ്ബ് നിന്നതിനേക്കാൾ കൂടുതൽ എന്നോടൊപ്പം സഹകരിച്ച രാജധാനി ക്ലബിലെ മുഴുവൻ അംഗങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. എവിടെ സർവീസ് ഉണ്ട് അവിടെയൊക്കെ എത്താറുണ്ട്. നമ്മുടെ ക്ലബിന് യോജിക്കുന്ന സർവീസ്, നമ്മുടെ ലോക്കൽ കമ്മ്യൂണിറ്റിക്ക് പറ്റുന്ന സർവീസുകൾ നോക്കി ചെയ്യുക. ഡിസ്ട്രിക്ട് നമ്മളെ കുറച്ച് 8 ഗ്ലോബൽ കോഴ്സസ് ഉണ്ട്. ആ ഗ്ലോബൽ കോഴ്സസ് നമ്മുടെ നാടിന് പറ്റുന്നതാണെങ്കിൽ നമുക്ക് അതിന് ചെയ്യണം. നമ്മുടെ നാടിന് ആവശ്യമുള്ള കമ്മ്യൂണിറ്റിക്ക് വേണ്ടതുള്ള സർവീസുകൾ ചെയ്തുകൊണ്ട് നല്ല പ്രൊജക്റ്റുകൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് സർവീസ് ചെയർപേഴ്സന്റെ ഉത്തരവാദിത്വം. അതായത് ഈ വർഷം നിങ്ങൾ എന്തായാലും അദ്ദേഹത്തിന്റെ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. ചില മീറ്റിങ്ങുകൾ അദ്ദേഹത്തിന് വരാൻ പറ്റിയില്ലെങ്കിൽ ഫസ്റ്റ് VP ആണ് അധ്യക്ഷത വഹിക്കുന്നത്. ഫസ്റ്റ് VP ഇല്ലെങ്കിൽ സെക്കൻഡ് VP ആണ് വഹിക്കുന്നത്. അതേപോലെ ഡിസ്ട്രിക്റ്റിന്റെയും സോണിന്റെയും റീജിയണൽ ലെവലിൽ നടക്കുന്ന മീറ്റിങ്ങുകളിൽ പ്രസിഡന്റിന് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പകരം അറ്റൻഡ് ചെയ്യേണ്ട ആൾക്കാർ നിങ്ങളാണ് പ്രസിഡന്റ് പ്രതിനിധീകരിച്ച് ചെയ്യുന്നത്. അതിനുശേഷം നിങ്ങൾക്കുള്ള ട്രെയിനിങ് പീരീഡാണ് ഈ ഫസ്റ്റ് VP സെക്കൻഡ് VP എന്നുള്ള കാലഘട്ടം. അത് ഭംഗിയായിട്ട് ചെയ്യുമെന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്. ശരിയല്ലേ? റെഡിയല്ലേ? ഓക്കെ. താങ്കൾക്ക് ഈ ക്ലബിന്റെ പ്രസിഡന്റായിട്ട് ഇരിക്കാൻ സാധിക്കുമ്പോൾ ഒരു ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. അത് നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ക്ലബിന് സ്വന്തമായിട്ടൊരു സ്ഥലമാവാം, അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് ആവാം, അതല്ലെങ്കിൽ ഈ ക്ലബ്ബ് മെമ്പർഷിപ്പ് ഗ്രോത്തിൽ ഒരു ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ LCF ഡൊണേഷൻ കൊടുക്കാം, അല്ലെങ്കിൽ സൗഹൃദത്തിന്റെ കൂട്ടായ്മയുടെ സർവീസിന്റെ ഭാഗത്തിലാവാം. ഇതൊക്കെ ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു നാഴികല് അത് ഡേവിസായിട്ട് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ പൂർത്തീകരിച്ചതാണ്. അല്ലെങ്കിൽ ഇന്ന പ്രൊജക്ട് ഡേവിസായിട്ട് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ചെയ്ത് തീർത്താണ് എന്ന് പറയാനുള്ള ഒരു അവസരം ഉണ്ടാവണം. ഈ വന്നിരിക്കുന്ന മെമ്പർമാരെ എല്ലാവരെയും ഒരാൾ പോലും പോവാതെ ഒരു നൂലിൽ ചേർത്ത പുഷ്പങ്ങളെ പോലെ ഒരു പുഷ്പം പോലും കൊഴിഞ്ഞു പോവാതെ അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഈ ക്ലബിനെ നയിക്കുക എന്നുള്ളതാണ്. താങ്കൾ ഇവരുടെ ഈ ക്ലബിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. ഏത് മീറ്റിംഗിലും അധ്യക്ഷത വഹിക്കുന്ന താങ്കളാണ്. ഈ ക്ലബിനെ എങ്ങനെ മുന്നോട്ട് നയിക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത് താങ്കളാണ്. താങ്കളുടെ കയ്യിലാണ് ഇതിന്റെ ചക്രം ഇരിക്കുന്നത്. നിങ്ങൾ ഇവരെയൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് വേണം പോകാനായിട്ട്. തയ്യാറാണോ? റെഡിയല്ലേ? ഓക്കെ. സന്തോഷമുണ്ടോ? സന്തോഷവാനാണ്. അന്ന് പ്രസിഡന്റ്ഷിപ്പ് ഏറ്റെടുക്കുമ്പോൾ അദ്ദേഹത്തിന് കുറച്ച് വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ പ്രസിഡന്റ്ഷിപ്പ് ഭംഗിയായിട്ട് അദ്ദേഹത്തിന് നടത്താൻ പറ്റി. ഇന്ന് ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ ചെറിയൊരു വിഷമമുണ്ട്, ഇത്രയും പെട്ടെന്ന് ഹാൻഡ് ഓവർ ചെയ്യുന്നത് തോന്നുന്നുണ്ട്. പക്ഷെ വിഷമിക്കേണ്ട. ഈ വർഷം ഏറ്റവും നല്ല പ്രസിഡന്റായിട്ട് മുന്നോട്ട് പോകാനായിട്ട് പ്രസിഡന്റ് കേൾക്കണം, സംസാരിക്കാൻ കേൾക്കും. ഏറ്റവും നല്ല പ്രസിഡന്റായിട്ട് നയിക്കാനായിട്ട് അദ്ദേഹത്തിന് എല്ലാവരും സപ്പോർട്ട് കൊടുക്കണം. താങ്കൾ കൊടുക്കണം. താങ്കൾ നയിക്കണം. ഏതെങ്കിലും കാരണവശാലും ക്ലബിന്റെ പ്രവർത്തനം മോശമായി കഴിഞ്ഞാൽ സിജിലിനെ ബാധിക്കും. അപ്പൊ അതുകൊണ്ട് എല്ലാവിധ സപ്പോർട്ടും കൊടുക്കേണ്ട ഉത്തരവാദിത്തം താങ്കളാണ്. കാരണം ക്ലബ്ബ് പ്രസിഡന്റ് കഴിഞ്ഞാൽ പ്രോട്ടോകോൾ അനുസരിച്ച് ഇമ്മീഡിയറ്റ് പാസ്റ്റ് പ്രസിഡന്റ് ആണ് ക്ലബിന്റെ അടുത്ത പ്രോട്ടോകോളിൽ നിൽക്കുന്ന അടുത്ത ഓഫീസർ. അപ്പൊ അതൊക്കെ ഭംഗിയായിട്ട് ചെയ്തോളില്ലേ. അത് കൂടാതെ LCFന്റെ ചാർജ് കൂടി ഉണ്ട്. സിജിലോ MGF എടുത്തിട്ടില്ല. സാധിക്കുമെങ്കിൽ MGF എടുക്കാൻ നോക്കുക. അതേപോലെ തന്നെ പറ്റാവുന്ന ആൾക്കാരെ MGF എടുക്കാനായിട്ട് പ്രൊമോട്ട് ചെയ്യാം. ഇതാണ് നിങ്ങളുടെ ഉത്തരവാദിത്തം. ഭംഗിയായിട്ട് ചെയ്തോളില്ലേ? ശരിയല്ലേ? റെഡിയല്ലേ? എന്താ ഷീബ, സിജില് നന്നായിട്ട് സപ്പോർട്ട് കൊടുക്കും എല്ലാവർക്കും? ഉറപ്പല്ലേ? കൈയടി നിർത്താതെ കൈയടി വയ്ക്കണം. ഒരുമിച്ച്
പ്രസിഡന്റ് ഇപ്പൊ നമുക്ക് അവിടെ നിന്നോട്ടുള്ള എല്ലാ നീലകണ്ഠൻ ഒഴികെ എല്ലാ പ്രസിഡന്റുമാരും ഉണ്ട് അല്ലേ? സജി ഒഴികെ ഇവരൊക്കെ ഈ ക്ലബിന്റെ പ്രസിഡന്റായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഈ ക്ലബ് ഇത്രയും ശക്തമായിട്ട് ഇന്റർനാഷണലില് അല്ലെങ്കിൽ ഡിസ്ട്രിക്റ്റിലെ ഏറ്റവും ബെസ്റ്റ് പൊസിഷൻ തൊട്ടടുത്ത് സെക്കൻഡ് പൊസിഷനിലാണ് നിൽക്കണമെന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് അല്ലെ? അപ്പൊ അടുത്ത വർഷം ഈ ക്ലബിനെ ഇതേപോലെ ഭംഗിയായിട്ട് കൊണ്ടു നടക്കേണ്ട ഉത്തരവാദിത്വം താങ്കളെ കയ്യടി നിങ്ങൾ ആ പ്രസിഡന്റ്ഷിപ്പാണ് ഓർക്കുന്നത് ആ കാലഘട്ടം. ഓക്കെ, അപ്പോ നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോട് കൂടിയിട്ട് രാജധാനി ക്ലബിന്റെ പുതിയ പ്രസിഡന്റായിട്ട് നമ്മൾ ഡേവിഡ് സാറിനെ ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണ്. സമ്മതമല്ല എല്ലാവർക്കും? യെസ്, ഈ കൊല്ലം രാജധാനി ലയൺസ് ക്ലബിന്റെ പ്രസിഡന്റായതിൽ വളരെ സന്തോഷമുണ്ട്. മുൻ കൊല്ലങ്ങളിൽ പ്രസിഡന്റായിരുന്നവരുടെ പ്രചോദനം ഉൾക്കൊണ്ട് സർവീസ് പ്രോജക്റ്റുകളും ക്ലബിനെ നന്നായി കൊണ്ടുവരാൻ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു മിനിറ്റ് ഇവിടേക്ക് ഇനി ഇവിടെ ഇരിക്കുന്ന ഒറ്റ വാക്കിലധികം നന്ദി പറഞ്ഞു സമയം എന്താണെന്ന് വെച്ചിട്ടാണ് ഇവിടെ വന്ന എല്ലാ പ്രമുഖ വ്യക്തികൾക്കും ഞങ്ങളുടെ ഗൈഡിംഗ് ലൈനായ ജോർജ് ചേട്ടനും അതുപോലെ പിന്നെ ഞങ്ങളുടെ RC സത്യൻ, സച്ചി, പിന്നെ സന്തോഷൻ കുട്ടി, പിന്നെ സുരേഷ് കരൺ, അങ്ങനെ എല്ലാവരും ഇതിൻ്റെ സ്വാഗത പ്രാസംഗികനായി എത്തിച്ചേർന്ന രാധാകൃഷ്ണൻ, അയ്യന്തോൾ ക്ലബ് പ്രസിഡന്റ് ജോൺസൺ, ഇവിടെ വന്ന എല്ലാ പ്രമുഖ വ്യക്തികൾക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. Meeting is urgent for dinner and fellowship.